ഹായ് ഫ്രണ്ട്സ്, വീണ്ടും സ്വാഗതം ചെറിയ മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക്. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ട് സപ്പോർട്ട് തരുന്നതിൽ ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ് ആദ്യമായിട്ട്. പിന്നെ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ മാന്തൾ എന്ന് പറയുന്ന മീൻ, മാന്തൾ പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുക. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തായാലും മാന്തൾ എന്നാണ് പറയുക. അപ്പോൾ ഇത് മുളകിട്ട് കറി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഓക്കെ, നമുക്ക് ആദ്യമായിട്ടൊന്ന് കഴുകിയെടുക്കാം. തൊലി വിളിക്കണേണ്ട, എന്നാലും നമുക്ക് വെറുതെ അഴുക്ക് പോകാൻ വേണ്ടി ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ, നമുക്കിത് ഈ കാണുന്ന പോലെ ഇതിൻ്റെ തൊലി വിളിച്ചെടുക്കണം. കാണുന്ന പോലെ തൊലി വിളിച്ചെടുക്കാം. രണ്ട് സൈഡും ഇതിൻ്റെ തൊലി ഉണ്ടാവും. തൊലി വിളിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതിൻ്റെ തല കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. തലയും ഈ ഭാഗം കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇത് തൊലിയെ കുലിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്നുകൂടി വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. അഴുക്ക് നല്ലോണം ഉണ്ടാകും. അപ്പോൾ ഈ അഴുക്കൊക്കെ ഫുള്ളായിട്ട് പോകുന്ന വിധത്തിൽ കഴുകിയെടുക്കണം. ഓക്കെ, ഇത് കുറച്ച് വലിയ മാന്തലായിട്ട് നമുക്കൊരു 2-3 പീസാക്കി കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി നമുക്ക് കഴുകിയെടുക്കാം. നേരത്തെ കഴുകിയാണ്, ഒരു തവണയും കൂടി കഴുകാം. അപ്പോൾ ഓക്കെ, മീനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ഒരു 30 ചെറിയുള്ളി നമ്മൾ ഇതിലേക്കായിട്ട് അരിഞ്ഞെടുക്കണം. 30 എണ്ണം മതി. ഓക്കെ, ഇതിലേക്കായിട്ട് 8 പച്ചമുളക് നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഉള്ളി അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്കായിട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി നമുക്ക് ചെറുതായിട്ട് ഈ കാണുന്ന പോലെ അരിഞ്ഞെടുക്കാം. ഒരു 3 തക്കാളി ഈ കാണുന്ന പോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. നമ്മൾ മീനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളി, സവാള, പച്ചമുളക് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചട്ടി വെച്ച് കൊടുക്കാൻ പോകണം അടുപ്പത്ത്. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്.
ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒരു 100 മില്ലി എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓക്കെ, എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇതിലേക്കായിട്ട് 1 ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 പീസ് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിലേക്കായിട്ട് നമ്മൾ ഉള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുക്കണം. 30 ഉള്ളി ഉണ്ട്, പിന്നെ 8 പച്ചമുളക് ഉണ്ട്. രണ്ടും ഒന്നിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഓക്കെ, നമ്മളിതിലേക്കായിട്ട് സാധാരണ മുളക് പൊടി ഒരു 4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, മുളകിട്ടൊക്കെ അറിയില്ല, അപ്പോൾ മുളക് ഇത്തിരി കയറി നോട്ടെ. കാശ്മീരി ചില്ലി ഒരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണ്ടേ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 3 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കണേ. ഇതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഒരു 5 അല്ലി കുടംപുളി നമ്മൾ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ആ വെള്ളവും കുടംപുളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം നമ്മൾ. അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം, എന്നിട്ട് മീനിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഇതിൽ. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരം തിളക്കിട്ടത്. അപ്പോൾ ഇതിൻ്റെ ഗ്രേവിയൊക്കെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണേ. നന്നായിട്ട് ഇളക്കി വെച്ച് കൊടുക്കുക. അത് ഈ ഗ്രേവിയിൽ മുങ്ങിക്കിടക്കുന്ന വിധം ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ മീനൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം 10 മിനിറ്റ് ആയിട്ടാണ് നമ്മൾ അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മുളകിട്ട മാന്തൽ കറി ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇതിന് മേലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാളികേരം ചേർക്കാത്ത കറിയല്ല, അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മല്ലിയില അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം വെറുതെ. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, നമ്മളെ മുളകിട്ട മാന്തൽ കറി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പിള്ളേരെ വിളിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എന്നാലേ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അജ്മനെ അപ്പു പോയോ ടേസ്റ്റ് നോക്കി വന്നിട്ട് കഴിച്ചു നോക്കിയിട്ട് പറ. ക്യാമറ നോക്കി ധൈര്യമായിട്ട് പറഞ്ഞു. സൂപ്പറായിട്ട് ധൈര്യമായിട്ട് പറ, ഉറപ്പിച്ച് പറ, സൂപ്പറായിട്ടെന്ന് പറ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ സൂപ്പറായിട്ടാണ് പിള്ളേർ പറയണത്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മാന്തലൊക്കെ നന്നായിട്ട് കിട്ടുന്ന ടൈമാണ്. അപ്പോൾ ഞങ്ങൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരും. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.